hello everyone. Welcome to RK Classes. I am Aditya, your English buddy. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 9th പഠിച്ചിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് തന്നെയാണ്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് 10th എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇമേജ് കണ്ടപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്കാലത്ത് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ മുന്നേ ഒഫീഷ്യലി അല്ലെങ്കിൽ നമ്മൾ ലെറ്റർ അയക്കുന്നതിന് പകരം ടെക്നോളജിക്കലി നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ കൈമാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇമെയിൽ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ജിമെയിൽ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇതുപോലെ ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യന്റെ ഫോമാറ്റ് എന്ത് ചെയ്യാം നോക്കാം. പത്മശ്രീ അരുണാചല മുരുകാനന്ദംസ് journey from a school dropout to the Padman of India is truly inspiring. Draft an email congratulating him on his efforts towards women empowerment and his exemplary vision. 6 മാർക്കിന് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏകദേശം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഫീനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് എന്തായാലും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? പത്മശ്രീ അരുണാചല മുരുകാനന്ദം നമ്മുടെ ബബ്ലു ആണ് അല്ലെ? സോ പത്മശ്രീ അരുണാചല മുരുകാനന്ദത്തിന്റെ ജേർണി ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഒരു പാഡ്മാൻ ഓഫ് ഇന്ത്യ അല്ലെ, പത്മശ്രീ കിട്ടുന്ന ലെവലിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. സോ ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ കൺഗ്രാജുലേറ്റിംഗ് ഹിം ഓൺ ഹിസ് എഫേർട്സ് ടുവേർഡ്സ് വിമൻ എംപവർമെന്റ് ആൻഡ് ഹിസ് എക്സംപ്ലറി വിഷൻ. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള ഇമെയിൽ ആണ്? കൺഗ്രാജുലേറ്റിംഗ് ഹിം അല്ലെ? അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഇമെയിലുകൾ എക്സാമിന് വരാം. ഇവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്ന ഇമെയിൽ ആവാം. എങ്ങനെയാണെങ്കിലും ഇമെയിലിന്റെ ഫോമാറ്റ് ഒക്കെ ഒരേപോലെ തന്നെയുള്ള ഫോമാറ്റുകളാണ്. എന്തൊക്കെയാണ് ഒരു ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള മിസ് പറഞ്ഞുതരാം. ഉള്ളിലുള്ള ബോഡി എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച്, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും എന്താ കാര്യം എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ കോൺസെപ്റ്റ് എന്ത് ചെയ്യാം? മാറ്റാം. ഓക്കെ, ഇവിടെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അച്ചീവ്മെന്റ്സ്, അരുണാചല മുരുകാനന്ദത്തിന്റെ അച്ചീവ്മെന്റ്സിൽ. ഓക്കെ, ഒരു ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഫ്രം എന്തിൽ എഴുതില്ല, ഇമെയിൽ എഴുതില്ല. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും ഫ്രം, ടു ഒക്കെ എഴുതാറുണ്ട് അല്ലെ? അപ്പോൾ ഇവിടെ ഫ്രം എന്നുള്ളത് നമ്മൾ എഴുതില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഫോണിലൊന്ന് ജിമെയിൽ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫ്രം മെയിൽ ഐ ഡി അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ടൂലാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി ആണ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ഫോമാറ്റ് നിങ്ങളൊന്ന് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ അരുണാചലം മുരുകാനന്ദത്തിനാണ് മെയിൽ അയക്കുന്നത്. അരുണാചലം മുരുകാനന്ദം @gmail.com. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക? ടു അഡ്രസ് എഴുതാം. അത് കഴിഞ്ഞിട്ട് CCBCC എന്ന് നിങ്ങൾ എന്തായാലും എഴുതി വെച്ചിരിക്കണം കേട്ടോ. CC എന്ന് പറഞ്ഞിട്ട് 2 കുത്തിട. ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. CC എന്ന് എഴുതാ 2 കുത്തിട, BCC എന്ന് എഴുതാ 2 കുത്തിട. 2 കുത്ത് കോളൺ ആണ്. ഓക്കെ, സോ ഈ CC എന്ന് പറഞ്ഞ കാർബൺ കോപ്പി ആണ്. അപ്പൊ നമ്മളൊരു മെയിൽ അയക്കുന്ന സമയത്ത് ഈ സെയിം മെയിൽ തന്നെ നമുക്ക് വേറെ ആൾക്കാർക്കും ഷെയർ ചെയ്യണം. അവരെ മെയിൽ ഐ ഡി സെയിം മെയിൽ തന്നെ വേറെ ആൾക്കാർക്കും ഷെയർ ചെയ്യണമെങ്കിൽ അവരെ മെയിൽ ഐ ഡി നമുക്ക് ഈ കാർബൺ കോപ്പിയിൽ കൊടുത്താൽ ഈ മെയിൽ എല്ലാ നമ്മൾ കോപ്പി ചെയ്യുന്ന മെയിൽ ഐ ഡിയിലേക്കൊക്കെ പോകും. ഇനി ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഷെയർ ചെയ്യാനാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് അയക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ ഇവർക്ക് പരസ്പരം ആർക്കൊക്കെ ഈ മെയിൽ ഐ ഡി കിട്ടി എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റില്ല. അത് ബ്ലൈൻഡ് ആയിരിക്കും. സോ ഇതാണ് കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയുന്നത്. സോ അതൊന്നും നമുക്ക് മാറ്റർ അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? CC 2 കുത്ത്, BCC 2 കുത്ത്, ഇതെന്തായാലും ഇട്ടിരിക്കണം. പിന്നെ സബ്ജക്റ്റ് കമ്പൽസറി ആണ്. ഒരു ഇമെയിൽ എഴുതുമ്പോൾ സബ്ജക്റ്റ് അവിടെ എന്തായാലും കൊടുക്കണം. അപ്പൊ ഇവിടെ കൺഗ്രാജുലേറ്റിംഗ് അരുണാചല മുരുകാനന്ദം അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റിംഗ് ഓൺ യുവർ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ജക്റ്റ് കൊടുക്കാം. ആൻഡ് ഡിയർ എന്ന് പറഞ്ഞിട്ടോ, സർ, റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയൊക്കെ എന്താണ്? നമ്മുടെ ലെറ്ററിന്റെ ഫോമാറ്റ് ആണ്. എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ പറ്റിയിട്ട് ഒരു 2-3 സെന്റൻസ്. ഇവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വിമൺ എംപവർമെന്റിന് നിങ്ങളെടുത്ത എഫേർട്ടിനും ഹാർഡ് വർക്കിനും ഒക്കെ വി ആർ കൺഗ്രാജുലേറ്റിംഗ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു 2-3 സെന്റൻസുകൾ എഴുതാം. എന്നിട്ട് ഒരു ചെറിയ കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റർ ഒക്കെ സൈൻ ഓഫ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഇവിടെ യുവേഴ്സ് ട്രൂലി, ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് എന്തായാലും കൊടുക്കാം. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മുടെ കറക്റ്റ് ഇമെയിലിന്റെ ഫോമാറ്റ്. ഈ ഫോമാറ്റ് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഫോമാറ്റ് ഫോളോ ചെയ്താൽ തന്നെ ഏകദേശം 3-3.5 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി അടുത്തത് ആൻസറിലേക്ക് നമുക്ക് പോവാം. ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെ എഴുതാം?
അരുണാചലം മുരുകാനന്ദ അല്ലെങ്കിൽ arunachala@gmail.com. ഇനി സബ്ജക്ട് എഴുതുക കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ഇൻസ്പയറിംഗ് വർക്ക്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിമൻ എംപവർമെന്റിൽ അരുണാചലം മുരുകാനന്ദം എടുത്ത എഫേർട്ടിനാണ് നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ട, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ സമ്മറി പോലെ എഴുതി വെക്കണ്ട. നമ്മൾ ഒരാൾക്ക് മെയിൽ അയക്കുമ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടായിരിക്കണം മെയിൽ അയക്കേണ്ടത് അല്ലെ. അല്ലാതെ ഫീനിക്സ് റൈസസ് എന്നുള്ള സ്റ്റോറി മൊത്തം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടില്ല. അതിന്റെ പേർപ്പസ് മാത്രം എന്ത് ചെയ്യാം. അപ്പൊ സബ്ജക്ട് എഴുതി ഇനി ഡിയർ മിസ്റ്റർ മുരുകാനന്ദം അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മിസ്റ്റർ മുരുകാനന്ദം എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. I am writing this email to congratulate on your great efforts towards women empowerment. ഈ സാധനം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. എന്തിനാണ് നമ്മൾ മെയിൽ അയക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇൻവിറ്റേഷൻ ആണെങ്കിൽ I am writing this email to invite you to participate in the program എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഈ സ്റ്റാർട്ടിങ് ലൈൻ എപ്പോഴും നമുക്ക് എന്തിലുണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, your work to make affordable sanitary napkins has helped many women. Okay, അപ്പൊ നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ യുവർ എഫേർട്ട് ഫോർ മേക്കിംഗ് ദാറ്റ് അഫോർഡബിൾ സാനിറ്ററി നാപ്കിൻസ് ഹാസ് ഹെൽപ്പ് മെനി വിമൺ. ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പുവർ വിമൻ. യുവർ കറേജ്, ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ ട്രൂലി ഇൻസ്പയറിംഗ്. നിങ്ങളുടെ കറേജും അതുപോലെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഒക്കെ വളരെ ഇൻസ്പയറിംഗ് ആണ്. ഈവൻ വെൻ പീപ്പിൾ ക്രിട്ടിസൈസ് യു ആൻഡ് യു ഫേസ് മെനി ഡിഫിക്കൽട്ടീസ് യു ഡിഡ് നോട്ട് ഗിവ് അപ്പ്. നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ടീസ് വന്നു, പല ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്തു, എന്നിട്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മിഷൻ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യുവർ ഐഡിയ ഓഫ് എംപവറിംഗ് വിമൻ ത്രൂ വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഈസ് എക്സലന്റ്. അപ്പോൾ വിമൺ എംപവർമെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അദ്ദേഹം ഒരുപാട് കാര്യം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. വിമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് വിമൻ സെൽഫ് ഗ്രൂപ്പ്സിന് അദ്ദേഹത്തിന്റെ പേറ്റന്റുകളൊക്കെ നൽകിയത്, അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് അവർക്ക് ഹെൽപ്ഫുൾ ആക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഫാക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ വിമൻ സെൽഫ് ഗ്രൂപ്പിനെ എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു. യുവർ വിഷൻ ഓഫ് ക്രിയേറ്റിംഗ് ജോബ്സ് ഫോർ വിമൻ ആൻഡ് സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് ഹൈജീൻ ഈസ് വെരി ഇൻസ്പയറിംഗ്. ഹൈജീനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് സ്പ്രെഡ് ചെയ്തതും ജോബ്സ് ഒരുപാട് വിമണിന് ജോബ്സ് നൽകാൻ കാരണമായതും ഒക്കെ വളരെ അപ്രീഷിയേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. യു ഹാവ് ഷോൺ ദാറ്റ് എ പേഴ്സൺ ക്യാൻ ടേൺ എ സോഷ്യൽ പ്രോബ്ലം ഇൻ ടു ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹെൽപ്പ് അതേഴ്സ്. അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു സോഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു പ്രശ്നത്തിനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിട്ട് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. So I am sure your work will continue to inspire young people and social entrepreneurs. So I wish you great success in all your future efforts. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവരെ വിഷ് ചെയ്യുക, കൺഗ്രാറ്റുലേറ്റ് ചെയ്യുക, നിങ്ങളുടെ എഫേർട്സിന് എന്താണ് എപ്പോഴും ഗ്രേറ്റ് സക്സസ് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലോസിങ് കൊടുക്കാം. യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം. നിങ്ങളുടെ പേരല്ലെങ്കിൽ ABC-എന്നോ CBD-എന്നോ എന്ത് വേണമെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെയിലിൻ്റെ ഫുൾ മാർക്ക്, ആ ഒരു 6 മാർക്കും ഒരു മാർക്ക് പോലും കുറയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഈ ഫോമാറ്റ് എല്ലാവരും ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇമെയിൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാമിന് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ലവ് യു ഓൾ, ബൈ.